നമ്മൾ സമാപന പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കാൻ നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഒക്കെയാണ്. പക്ഷെ നമുക്കറിയാം, പാപം ഗ്രസിച്ച ഈ ലോകത്തിൽ ഇപ്പോൾ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിത് പരിഹരിച്ചാലും നാളെയും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു രോഗം മാറിയാൽ പിന്നെയും രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ ഇതിനെയെല്ലാം നമുക്ക് നേരിടാൻ സാധിക്കും? അതിനായിട്ട് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രശ്നങ്ങളുടെ മുകളിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. വിശ്വാസത്തിൽ പ്രശ്നങ്ങളെ കീഴടക്കാനുള്ള വഴി പ്രശ്നങ്ങളുടെ മുകളിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മളെ കീഴടക്കി കളയുന്നതിൻ്റെ കാരണം, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ പ്രശ്നത്തെക്കുറിച്ച് തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കും. മനസ്സിലെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം തന്നെയായിരിക്കും. ഒരു വേദന വന്നാൽ അത് തന്നെയായിരിക്കും നിരന്തരം നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുക. ഇത് അപകടകരമാണ്. എപ്പോഴും പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങൾ വഷളാകുകയും നമ്മൾ തളരുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ്, എപ്പോഴും പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ടിരുന്നാൽ പ്രശ്നം വളരുകയും നമ്മൾ തളരുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള കർത്താവിനെ ഓർത്തുകൊണ്ടിരിക്കാനുള്ള പരിശീലനം നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഓർത്തോർത്ത് ഇരുന്ന് ഭയപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം തളർന്നു കഴിയുമ്പോൾ സാത്താന് നമ്മളെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ ദുർബലരായിത്തീരും. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ പ്രതിസന്ധി ഓർത്ത് ഞാനിങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റാതായി. ആ സമയത്ത് സ്റ്റെല്ല, എൻ്റെ ഭാര്യ, എനിക്ക് ഒരു ദൈവവചനം പറഞ്ഞു തന്നു. യെശയ്യ 51:12. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിന് ഭയപ്പെടണം? ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നുപോയോ? നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ വചനം ഞാൻ ഒരു ദിവസം മുഴുവനും ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഭയം വിട്ടുമാറി, ടെൻഷൻ വിട്ടുമാറി, മനസ്സിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറയുന്ന അനുഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ അതിനെ അതിജീവിക്കുകയുണ്ടായി. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പറ്റിയ ദൈവവചനം മനസ്സിലിട്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് പ്രശ്നത്തെ നമ്മൾ പിന്നിൽ തള്ളണം. കാരണം ഏത് പ്രശ്നത്തെയും കർത്താവിന് പരിഹരിക്കാൻ കഴിയും. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങൾ, അതുപോലെ തന്നെ ഈശോയുടെ നാമം, ഇതൊക്കെ നിരന്തരം നമ്മൾ ഉരുവിട്ടുകൊണ്ട് മനസ്സിനെ ബ്ലാങ്ക് ആയിട്ടിടരുത്. മനസ്സിനെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിട്ടാൽ നമ്മുടെ പ്രശ്നം കയറി അതിനങ്ങോട്ട് കീഴടക്കും. അങ്ങനെ മനസ്സ് ദുർബലമായി തീരുന്ന അനുഭവം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളെ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ തളർത്തിക്കളയും. പകരം ദൈവത്തെയാണ് നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. അവൻ അനുവദിച്ച എല്ലാ പ്രശ്നങ്ങളും തകർക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത് നമ്മളെ ശക്തരാക്കാനും അടുത്ത തലത്തിലേക്ക് ജീവിതത്തെ, ആത്മീയ ജീവിതത്തെയും
ഭൗതിക ജീവിതത്തെയും അടുത്ത തലത്തിലേക്കും ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഒരു പ്രശ്നവും ദൈവമക്കൾക്ക് പരാജയത്തിന് കാരണമാകുകയില്ല. ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോഹൻദാസ് എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അമ്മ അവരെ ശക്തിപ്പെടുത്തിയ ഒരു വാക്ക് ഒരിക്കൽ അവർ പറഞ്ഞിട്ടുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ഇവരുടെ അച്ഛൻ മരിച്ചുപോയി. അമ്മാവന്മാർ സ്വത്തെല്ലാം തട്ടിയെടുത്തു, അമ്മയും മക്കളെയും പുറത്താക്കി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അനാഥരായി തീർന്ന ഈ അമ്മ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണത്. ഈ അമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ, മനുഷ്യൻ തോൽപ്പിച്ചാൽ നമ്മൾ തോൽക്കില്ല, ദൈവം തോൽപ്പിച്ചാലേ തോൽക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ തോൽപ്പിച്ചാൽ നമ്മൾ തോൽക്കുകയില്ല, ദൈവം തോൽപ്പിച്ചാലേ തോൽക്കുകയുള്ളൂ. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. മനുഷ്യരെന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം അതിജീവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സത്യം ഓർക്കണം. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അവിടെ ദൈവത്തിന് ഒരു പദ്ധതിയാണ്. അല്ലാത്തതൊക്കെ ദൈവത്തിന് നമുക്ക് പരാജയപ്പെടുത്തി കളയാനായിട്ട് സാധിക്കും. ആ ഉറപ്പുണ്ടാകണം. ഹാഗാറിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാലും, ഹാഗാർ തൻ്റെ പുത്രനും ഒന്നിച്ച് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരികെ. അവരുടെ കയ്യിലുള്ള അപ്പം തീർന്നു, അവരുടെ കുടത്തിലെ തുരുത്തിയിലെ വെള്ളവും വിഴുങ്ങി. അങ്ങനെ ഈ പൊള്ളുന്ന വെയിലത്ത് മരുഭൂമിയിൽ കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ച് വലഞ്ഞ് ഒടുവിൽ അവർ തളർന്നു. കൊച്ചു വെള്ളത്തിന് വേണ്ടി കരയുന്നു, കൊടുക്കാൻ വെള്ളമില്ല. അങ്ങനെ കൊച്ചിൻ്റെ മരണം കാണാൻ കഴിയാതെ അതിനൊരു കുറ്റിക്കാട്ടിൽ കിടത്തി ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന അമ്മ ഹാഗാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുന്നിൽ ഇനി പ്രതീക്ഷയൊന്നുമില്ല. ഹാഗാറിൻ്റെ മുന്നിലുള്ളത് മരണമാണ്. ഹാഗാറിൻ്റെ മുന്നിലുള്ളത് ശൂന്യതയാണ്. ഹാഗാറിൻ്റെ മുന്നിലുള്ളത് നിസ്സഹായതയാണ്. ഹാഗാറിന് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മരണത്തെ ചിന്തിച്ചുകൊണ്ട്, മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവൾ സമയം ചെലവഴിച്ചപ്പോൾ ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു. ദൈവം കണ്ണുകൾ തുറന്നു കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൾ ഒരു നീരുറവ കണ്ടു. ആ നീരുറവ അതിനു മുമ്പും അവിടെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അവൾക്കത് കാണാൻ സാധിച്ചില്ല. കാരണം അവളുടെ കണ്ണ് മുഴുവനും ദുഃഖം കൊണ്ട് നിറഞ്ഞു, ഭയം കൊണ്ട് നിറഞ്ഞു, ഉത്കണ്ഠ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ആ നീരുറവ കാണാൻ പറ്റിയില്ല. അടുത്തൊരു നീരുറവ കിടക്കുമ്പോഴാണ് വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് അവർ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ദൈവം കണ്ണ് തുറന്നു കൊടുത്തപ്പോഴാണ് അവൾക്ക് അത് കാണാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ നീരുറവ ദൈവം എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീരുറവ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ദൈവം ഒരുക്കിയിട്ടുണ്ടാകും. നമ്മുടെ പ്രശ്നം അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെ തൊടുമ്പോൾ, നമ്മുടെ ആത്മാവിനെ തൊടുമ്പോൾ, നമ്മുടെ കണ്ണുകളെ തൊട്ട് കഴിയുമ്പോൾ, തുറന്നു കഴിയുമ്പോൾ നമുക്ക് അതുവരെയും കാണാത്ത വാതിലുകൾ കാണാൻ കഴിയും. അതുവരെയും കണ്ടെത്താത്ത അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുവരെയും ലഭിക്കാത്ത ചില കണ്ടുമുട്ടലുകൾ, ബന്ധങ്ങൾ ദൈവത്തിന് ഒരുക്കിത്തരാൻ പറ്റും. നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു കൈത്താങ്ങ് തരാനുള്ള വ്യക്തിയെ ദൈവം മുന്നിൽ കൊണ്ടു നിർത്തിയ അനുഭവങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ദൈവം കൈവിടുകയില്ല. ഒരിക്കലും ദൈവം നിസ്സഹായതയിൽ നമ്മൾ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ദൈവം തീർച്ചയായും ഒരുക്കുന്നുണ്ടാകും. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ കൃപ വേണം. വെറുതെ ദുഃഖിച്ചിരുന്നാൽ, ആകുലപ്പെട്ടിരുന്നാൽ, നിലവിളിച്ചിരുന്നാൽ അത് കിട്ടുകയില്ല. അപ്പോൾ കർത്താവിനെ നമ്മൾ ധ്യാനിക്കണം. കർത്താവിനെ ധ്യാനിക്കുമ്പോൾ കർത്താവ് മനസ്സിലേക്ക് പ്രകാശം വീശുമ്പോഴാണ് രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് കാണും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വഴി കാണുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിയാണ്. നിങ്ങളുടെ ബുദ്ധിയുടെ പരിമിതിയിൽ നമുക്കതേ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതിന് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ദൈവഹിതമനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ,
നമുക്ക് ന്യായമായ ആവശ്യങ്ങൾക്കുള്ള വഴികളും ദൈവം സമയത്തിൻ്റെ തികവിൽ തുറന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിശ്വസിക്കണം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് UK ചെന്നപ്പോൾ, അപ്പം മലയാളികളുടെ കുടിയേറ്റം അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാനൊരു കുടുംബത്തിൽ താമസിക്കാനിടയായി. അപ്പോൾ ആ കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ഭാര്യ നേഴ്സാണ്. വിവാഹം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ UK ചെന്നു. പക്ഷേ ഇവന് പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. ഇംഗ്ലീഷ് അറിയില്ല, കമ്പ്യൂട്ടർ അറിയില്ല, പുറം ലോകം കണ്ടിട്ടില്ല. അപ്പോൾ ഭാര്യയുടെ കൂടെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇംഗ്ലീഷും അറിയാൻ പാടില്ല, കമ്പ്യൂട്ടറും അറിയാൻ പാടില്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇവന് അവിടെ ചെന്നിട്ട് എന്താ ഒരു ജോലി കിട്ടുക? പക്ഷേ ഈ മനുഷ്യൻ ആദ്യം ചെന്നിട്ട് ജോലി അന്വേഷിക്കാൻ പോകുകയല്ല ഇത്. 1 മാസം ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നെ UK കൊണ്ടുവന്നുവെങ്കിൽ ഇവിടെ എനിക്ക് ജീവിക്കാനായൊരു മാർഗവും നീ നേരത്തെ ഒരുക്കിയിട്ടുണ്ടാകും. അത് നീ എനിക്ക് വെളിപ്പെടുത്തി തരണം. പുള്ളി വേറെ എങ്ങും പോയില്ല, പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ആ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെട്ടു. കർത്താവേ, നീ എന്നെ UK കൊണ്ടുവന്നുവെങ്കിൽ ഈ രാജ്യത്ത് എനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു മാർഗവും നീ ഒരുക്കിയിട്ടുണ്ടാകും. അവൻ്റെ വിശ്വാസം കണ്ടു. നീ അതെനിക്ക് വെളിപ്പെടുത്തി തരണം. ഒരിടത്തും പരക്കം പാഞ്ഞോടിയില്ല, അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സാണ്. അവർ ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരാഴ്ച ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഈ സായിപ്പ് ഇവരോട് വിശേഷമൊക്കെ ചോദിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ജോലിയൊന്നും ആയിട്ടില്ല, ജോലി അന്വേഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പോകാനിറങ്ങിയ, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത മനുഷ്യൻ തൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് ഇവളുടെ കയ്യിലേക്ക് നീട്ടിയിട്ട് ഇവളോട് പറഞ്ഞു, അടുത്ത തിങ്കളാഴ്ച ഹസ്ബൻഡിനോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ബിസിനസ് കാർഡ് നോക്കിയപ്പോഴാണ് UK ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് വിതരണ ശൃംഖലയുടെ ഉടമയായിരുന്നു താൻ ഈ ഒരാഴ്ച ശുശ്രൂഷിച്ച രോഗി എന്നുള്ളത്. അപ്പോൾ ഇവൾ വീട്ടിൽ പോയി ഈ കാർഡ് കൊടുത്തു. തിങ്കളാഴ്ച പോയി ചെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡിനോട് എന്ന് പറഞ്ഞു. ഇത് കിട്ടിയതോടുകൂടി ഈ മനുഷ്യനാകെ പേടിയും വിറയുകയും. കാരണം എന്താണ്? ഒന്ന്, അവിടെ ചെന്നാൽ സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് വിഷമിച്ച് അദ്ദേഹം ചെന്നു. അദ്ദേഹം ഈ അഡ്രസ്സ് ഉണ്ട്. ഓഫീസിൽ ചെന്നപ്പോൾ വലിയ കെട്ടിടം, വലിയൊരു ഓഫീസ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് കയറാൻ പോലും ആത്മധൈര്യമില്ല. അങ്ങനെ ഒടുവിൽ കാർഡ് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഇദ്ദേഹത്തെ ആനയിച്ചു. ഇദ്ദേഹം മുക്കി പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, കമ്പ്യൂട്ടർ അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. അദ്ദേഹം തൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, 1 മാസം അടുത്തിരുത്തി കമ്പ്യൂട്ടർ പഠിപ്പിക്കുക, ഇംഗ്ലീഷ് പഠിപ്പിക്കുക. എന്നിട്ട് ജോലിയും ആ സമയത്ത് കൊടുത്ത് ശമ്പളത്തോടു കൂടി പഠിപ്പിച്ച് അദ്ദേഹത്തിന് ജോലിയും കൊടുത്ത കാര്യം അദ്ദേഹം എന്നോട് പറയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തൻ്റെ മക്കളെ പരിപാലിക്കാൻ കഴിയും. അത് വിശ്വസിക്കണം. തമ്പുരാനിൽ ആശ്രയിച്ച്. കാരണം അനേകർ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ജോലി അന്വേഷിച്ച് മടുത്ത് കിടക്കുന്നവർ. അതുപോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള പലരും ആ രാജ്യത്ത് ആദ്യം ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് നഴ്സിംഗ് പോലെ ജോലി കിട്ടും, പക്ഷേ പുരുഷന്മാർക്ക് ജോലി കിട്ടാൻ പാടാണ്. പലരും ചുമട്ടുപണിയും അങ്ങനത്തെ പണികളൊക്കെയാണ് ചെയ്യുക, ഒത്തിരി വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ. പക്ഷേ പ്രീ ഡിഗ്രി പഠിച്ച ഈ മനുഷ്യന് ദൈവം ഉന്നതമായ ഒരു ജോലി നൽകി, നല്ല ശമ്പളമുള്ള ഒരു ജോലി നൽകി. അതാണ് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് മരുഭൂമിയിലും നമുക്ക് വേണ്ടി നീരുറവുകൾ ഒരുക്കി തരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പരിമിതികൾ, സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങൾ, ഇല്ലായ്മകൾ ഇവയെല്ലാം ഓർത്തോർത്ത് ദുഃഖിച്ച് കളയാതെ നമ്മുടെ മനസ്സിനെ ദൈവവിചാരത്തിലേക്ക് കൊണ്ടുവരണം. നിരന്തരം നമ്മൾ ദൈവത്തെ ധ്യാനിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്മരണ വഴി ദൈവത്തിൻ്റെ ആ വഴികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാം, പരിമിതികൾ അലട്ടുന്ന അനുഭവം ഉണ്ടാകാം, പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, ഇല്ലായ്മകൾ ഉണ്ടാകാം. പക്ഷേ അവയെല്ലാം അതിജീവിക്കാനുള്ള ഒരു മാർഗവും അതോടുകൂടി നമ്മുടെ ദൈവം ഒരുക്കിയിട്ടുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാവിയെ നമ്മൾ ഭയപ്പെടരുത്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ പതറിപ്പോകരുത്.
ഇതിന് പരിഹാരമില്ല എന്ന് ചിന്തിക്കരുത്. ഹാഗാർ ചിന്തിച്ചു, ഇവിടെ ഈ മരുഭൂമിയിൽ എൻ്റെ ജീവിതം എരിഞ്ഞടങ്ങാൻ പോവുകയാണ്, അതുപോലെ എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരമില്ല, മുന്നോട്ട് പോകാൻ വഴിയില്ല എന്ന് ചിന്തിക്കരുത്. മറിച്ച് എൻ്റെ ദൈവത്തിന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കഴിയും, എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിക്കാൻ കഴിയും, എൻ്റെ ദൈവത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ കഴിയും. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത എൻ്റെ സൃഷ്ടാവായ ദൈവം, അവനെ മറക്കരുത്. അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവിക്കുന്നവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് ഒരിക്കലും മനുഷ്യമക്കളെ വെറുതെ അകാരണമായി പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യില്ല. അവിടുന്ന് ഒരിക്കലും മനുഷ്യമക്കളെ അകാരണമായി പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യില്ല. എന്നാൽ അകാരണമായി മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. ആരാ? നമ്മുടെ കൊമ്പും വാലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയാറുള്ള അരൂപിയായ സാത്താൻ. ദുഷ്ട അരൂപികൾ പലപ്പോഴും അകാരണമായി നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ചിലപ്പോൾ ജീവിതം എപ്പോഴും ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോകുന്നത്, അതൊരു ഒരു ഒരു പുരോഗതിയില്ല. ഒരു കാര്യത്തിലും ഒരു പുരോഗതിയില്ലാതെ മരവിച്ച് കിടക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. മാനുഷികമായി ചിന്തിച്ചാൽ ഒരു കാരണവുമില്ല, പക്ഷെ മുന്നോട്ട് പോകുന്നില്ല ജീവിതം. അങ്ങനെയുള്ള ഒരു മരവിപ്പിൻ്റെ അവസ്ഥകൾ ചിലപ്പോൾ കുടുംബങ്ങളിലുണ്ടാകും. അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തെ വേട്ടയാടി തളർത്തി കളയുന്നുണ്ടാകും. ചില കുടുംബങ്ങളിൽ നമുക്കറിയാം, വരുമാനമൊക്കെ ഉണ്ടെങ്കിലും പുരോഗതിയില്ല. എവിടെയാണ് പണം പോകുന്നതെന്ന് അറിയില്ല. സാമ്പത്തിക മേഖലകളിൽ പുരോഗതിയില്ലാതെ കെട്ടപ്പെട്ട അനുഭവങ്ങളുണ്ട്. ബിസിനസ്സിൽ മരവിപ്പ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ ചിലപ്പോൾ ആത്മീയ ജീവിതത്തിലും ഉണ്ടാകും. ആത്മീയ ജീവിതത്തിലും ചുമ്മാ ഒരു മരവിപ്പുണ്ടാകും, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ചിലപ്പോൾ തിന്മയുടെ ശക്തികളുടെ പ്രവർത്തന ഫലമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത, ഉന്മേഷമില്ലാത്ത, ഉണർവില്ലാത്ത ചില അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ മക്കളുടെ ജീവിതം മുന്നോട്ട് പോകാതെ തടയപ്പെട്ട് കിടക്കുന്ന ചില അവസ്ഥകൾ. ചില കുടുംബത്തിലെ ചിലരുടെ മനസ്സും അടുത്തു പോകുന്ന മേഖല എത്ര അധ്വാനിച്ചിട്ടും പുരോഗതിയില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ. ഇവിടെയെല്ലാം ചിലപ്പോൾ തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ഇത്തരത്തിലുള്ള സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ, അവിടെയെല്ലാം ഒരു വിടുതൽ ആവശ്യമാണ്. കർത്താവിൻ്റെ വിടുതൽ ഈ രാത്രിയിൽ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മളതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ അതിനുള്ള ശക്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിന്മയുടെ മേൽ ആധിപത്യം പുലർത്തി ജീവിക്കുവാനുള്ള ശക്തി ദൈവമക്കൾക്കുണ്ട്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. കർത്താവ് ദൈവമക്കളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവരാ നമ്മൾ സാത്താനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. സാത്താന്റെ അടിമത്തത്തിൽ ജീവിക്കാൻ വേണ്ടി അല്ല ഈശോ കാൽവരി കുരിശിൽ 3 നാളുകളിൽ പിടഞ്ഞു മരിച്ചത്. അവന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തതുകൊണ്ട് പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. സാത്താനെ നമ്മൾ പേടിക്കരുത്. അവനെ നമ്മൾ ആട്ടിപ്പായിക്കണം. അവന്റെ മേൽ ആധിപത്യം നേടണം. ഈശോ
മാമോദിസായിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ശക്തി, അധികാരം നമ്മളെ പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ വേലി കെട്ടി കുടുക്കിയിട്ടിരിക്കുന്ന, നമ്മളെ ജയിലിലാക്കിയിരിക്കുന്ന തിന്മയുടെ കോട്ടകളെ തകർക്കാൻ വേണ്ടി നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മളുടെ ജീവിതത്തിലെ തിന്മയുടെ സാന്നിധ്യമുണ്ടെന്ന് തോന്നുന്ന എല്ലാ മേഖലകളെയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, നീ തിന്മയെ കാൽവരിയിലെ കുരിശിൽ കീഴടക്കി. നീ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. കർത്താവേ, എങ്കിലും ഞങ്ങളുടെ ബലഹീനത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അവിശ്വാസം കൊണ്ട് പല മേഖലകളിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഞങ്ങൾ മരവിച്ച് കിടക്കുന്ന കർത്താവേ, ദൈവമേ, ഈ പുതിയ വർഷത്തിൽ ഒരു മുന്നോട്ടേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ വിടുവിക്കാനായിട്ട് നിന്റെ വലതുകരം നീട്ടണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കുരിശിലെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. നിന്റെ കുരിശിലെ ബലം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. നിന്റെ തിരുരക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ. നിന്റെ ആത്മാവിന്റെ ശക്തി ഞങ്ങളിൽ ആവിശ്വസിക്കണമേ. സാത്താന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കണമേ. തിന്മയുടെ കെട്ടുകൾ അഴിച്ചു കളയണമേ. ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന, യേശുവേ, 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 നിന്റെ ശക്തി വ്യാപിക്കട്ടെ, നിന്റെ ശക്തി വ്യാപിക്കട്ടെ, കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ശക്തിയോടെ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. 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 ദൈവസാന്നിധ്യം നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വിശ്വാസത്തോടെ, ബോധ്യത്തോടു കൂടി ഞാൻ ചൊല്ലി തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നാഥനും കർത്താവുമായി അങ്ങേ ഞാൻ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവായ യേശുവേ, അങ്ങ് കാൽവരി കുരിശിൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ചുവെന്ന്
ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കടങ്ങളും കാൽവരി കുരിശിൽ അവിടുന്ന് കൊടുത്തു വീട്ടിയെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സാത്താന് അവകാശമില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും വസ്തുവകകളും ഈ രാത്രിയിൽ തളിക്കപ്പെടട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ, കടന്നുകയറ്റങ്ങൾ, സ്വാധീനങ്ങൾ, ഉപദ്രവങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പ്രവർത്തന മേഖലകളിൽ നിന്നും യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയിൽ വിട്ടുപോകട്ടെ. സാത്താന്റെ ആധിപത്യങ്ങൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. അവന്റെ ദൂതന്മാർ ഞങ്ങളെ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിന്റെ ആധിപത്യം വീണ്ടെടുക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ, 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 ഈശോയെ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ തുളയ്ക്കപ്പെട്ട കരങ്ങൾ നീട്ടി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ടെലിവിഷൻ സെറ്റിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രോഗികളെ കരുണയോടെ കാണണമേ. കർത്താവെ, തളർവാദ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹൃദ്രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂട്രസ് സംബന്ധമായ തകരാറുകളെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസ്ഥികളുടെ വേദന അനുഭവിച്ച് വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലവേദനയാൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. കണ്ണിന്റെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. കേൾവിക്കുറവുകളെ സമർപ്പിക്കുന്നു. കർത്താവെ, സ്കിൻ ഡിസീസുകളെ സമർപ്പിക്കുന്നു. ശ്വാസകോശങ്ങളുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു. കർത്താവ്, എല്ലാ രോഗികളിലേക്ക് നിന്റെ കൃപയുടെ കരം നീട്ടണമേ. ഈ രാത്രിയിൽ നിന്റെ ശക്തി അയക്കണമേ. നിന്റെ തിരുരക്തം കൊണ്ട് അവരുടെ ശരീരത്തെ കഴുകണമേ. രോഗത്തിന്റെ കെട്ടുകളെ അഴിച്ചു കളയണമേ. രോഗത്തിന്റെ ബീജങ്ങളെ നിർവീര്യമാക്കണമേ. രോഗത്തിന്റെ കാരണങ്ങൾ എടുത്തു കളയണമേ. തളർന്നുപോയ ശരീരങ്ങളെ ബലപ്പെടുത്തണമേ. ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികളിലേക്ക് ദൈവമേ, നിന്റെ ശക്തി അയക്കണമേ. നിന്റെ ശക്തി അയക്കണമേ. നിന്റെ കൃപ അയക്കണമേ. കൃപ അയക്കണമേ. വിടുതൽ നൽകണമേ. ദൈവ സാക്ഷി വ്യാപിക്കട്ടെ. സൗഖ്യം വ്യാപിക്കട്ടെ. സൗഖ്യം വ്യാപിക്കട്ടെ. സൗഖ്യം വ്യാപിക്കട്ടെ. കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. തളർന്നവർ എഴുന്നേൽക്കട്ടെ. സൗഖ്യം വ്യാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ. സൗഖ്യം വ്യാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ. സൗഖ്യം നിറഞ്ഞിടട്ടെ യേശുവിൻ നാമത്തിൽ. സൗഖ്യം നിറഞ്ഞിടട്ടെ യേശുവിൻ നാമത്തിൽ. സൗഖ്യം നിറഞ്ഞിടട്ടെ യേശുവിൻ നാമത്തിൽ. ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മാവ് നവ്യമായ രീതിയിൽ നമ്മളിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം.
സ്വാഭാവിക കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിതമല്ല. നമ്മുടെ വെല്ലുവിളികളെ നേരിടുവാൻ നമ്മളെ പ്രാപ്തി നൽകി അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ചെയ്യേണ്ടതെല്ലാം വിജയകരമായി ചെയ്യാൻ കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് മാനുഷികമായി അപ്രാപ്യമെന്ന് തോന്നുന്നത് വിജയകരമായി ചെയ്യാൻ പരിശുദ്ധാത്മാവ് ശക്തി നൽകും. സ്നേഹിക്കാൻ, വിഷമിക്കുന്നവർക്ക് സ്നേഹിക്കാൻ ശക്തി കിട്ടും. വെല്ലുവിളികളെ നേരിടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ബലം നൽകും. മുറിവുകൾ ഉണർത്തും. പഠിക്കാൻ അവിടുന്ന് ബലം നൽകും. അധ്വാനിക്കാൻ ശക്തി നൽകും. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതുക്കം ഉണ്ടാകാൻ, പ്രത്യേകിച്ചും പ്രാർത്ഥനാ ജീവിതം ഉണർവുള്ളതായി തീരാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകാൻ, പ്രാർത്ഥനയുടെ ആത്മാവായ പരിശുദ്ധാത്മാവെ എന്നെ ഈ രാത്രിയിൽ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തഴക്ക ദോഷങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു കളയും. ആത്മാവിന്റെ അഗ്നി നമ്മളെ സന്ദർശിക്കട്ടെ ഈ രാത്രി. ആത്മാവിന്റെ ശക്തി നമ്മുടെ തളർച്ചകൾ എടുത്തിരിക്കട്ടെ. പുതുക്കത്തിന്റെ രാത്രിയായി മാറട്ടെ. ഒരു പുതിയ മനുഷ്യനായി മാറണം. പുതിയ കൃപ കൊണ്ട് നമ്മൾ നിറയണം. പുതിയ ഒരു ആത്മീയത, പുതിയ ഒരു ദർശനം, പുതിയ ഒരു സ്നേഹം, പുതിയ ഒരു ജീവിതം കർത്താവിൽ നമുക്ക് സംലഭ്യമാകട്ടെ. കരങ്ങൾ രണ്ടും ഇടർത്തി പിടിച്ച് ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, പുതിയ അഭിഷേകം നൽകണമേ, എന്റെ ആത്മീയ ജീവിതത്തെ ഉണർത്തണമേ, എന്റെ മനസ്സിനെ ഉണർത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇറങ്ങണമേ, 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 തീയായി ഇറങ്ങണമേ, അഭിഷേകമായി കത്തിപ്പടരണമേ. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, പുതിയ അഭിഷേകം കൊടുക്കണമേ, പ്രാർത്ഥനാ വരം നൽകണമേ, ജ്ഞാനത്തിന്റെ വരം നൽകണമേ, അറിവിന്റെ വരം നൽകണമേ, ആലോചന വരം നൽകണമേ, ആത്മശക്തി നൽകണമേ, ആത്മശക്തി നൽകണമേ, പ്രാർത്ഥനാ വരം നൽകണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയാൽ എന്നെ പണിയൂ ആത്മാവേ, പുത്തൻ ശക്തിയാൽ എന്നെ പണിയൂ ആത്മാവേ, പുത്തൻ ശക്തിയാൽ എന്നെ പണിയൂ ആത്മാവേ. ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവം നമുക്ക് ഇന്ന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കാം. വചനത്തിലൂടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു. ആത്മാവിലൂടെ അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തി, ശരീരത്തിന് ബലം നൽകി, വിശ്വാസത്തെ ഉണർത്തി, തിന്മയുടെ കെട്ടുകൾ പൊട്ടിച്ചു കളഞ്ഞു. സ്തോത്രം. തമ്പുരാൻ ഇന്ന് നമ്മുടെ ജീവിതത്തെ സന്ദർശിച്ചു. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, സ്തോത്രം. എല്ലാ നന്ദിയും രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവ് ഇന്ന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് മഹത്വം മുഴുവൻ നമ്മുടെ കർത്താവിന് കൊടുത്ത് ആരാധന കൊടുത്ത് ആരാധിക്കാം. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോട് കീർത്തനങ്ങൾ പാടിടാം. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമി തന്നെടുത്തറ കുലുങ്ങിടട്ടെ മോദമാ, കരമടിച്ച് നന്നായി കരമടിച്ച് കുലുങ്ങിടട്ടെ മോദമായി,
കണ്ണുകൾ അടച്ച കരങ്ങൾ കൂപ്പി ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ അടുക്കൽ നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ രാത്രിയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ഈ സവിശേഷമാംവിധം നൈറ്റ് വ്യൂവിൽ പങ്കെടുത്തു കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നല്ല മാതാവ് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് മാതാവിൻ്റെ നാമം നമുക്കൊന്നിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി കൊടുത്ത് സന്തോഷത്തോടെ മടങ്ങാം. പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോ മധ്യ വന്ന അനുഗ്രഹം ചെയ്തിടാമെന്നൂര ചെയ്തവൻ നീ മാത്രമാ, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം.